everyone, welcome back to my channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എന്താണ്, കെരാറ്റിൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ളതാട്ടോ. നമ്മൾ അറിയാം, കുറച്ച് വർഷങ്ങളായിട്ട് ഭയങ്കര പോപ്പുലർ ആയിട്ടൊരു ഹെയർ ട്രീറ്റ്മെന്റ് ആണ് കെരാറ്റിൻ. എനിക്കൊരു 4 വർഷമൊക്കെ ആയിട്ടുണ്ടാകും, ബട്ട് സ്റ്റിൽ ആ ഒരു പോപ്പുലാരിറ്റി ഉള്ളൊരു ട്രീറ്റ്മെന്റ് ആട്ടോ കെരാറ്റിൻ ട്രീറ്റ്മെന്റ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി കെരാറ്റിൻ ട്രീറ്റ്മെന്റ് നല്ലതാണോ, എത്ര സിറ്റിംഗ് ചെയ്യണം എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അവരുടെയൊക്കെ ഞാൻ ഉത്തരം പറയാറുണ്ട്, ഇതുവരെ ഞാൻ പാർലറിൽ പോയിട്ട് ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്. ഞാൻ ചെയ്യാറുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണ്. അതിന്റെ കാരണം എന്താണെന്നുള്ളതും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചെങ്കിൽ എക്സ്ക്ലൂസീവ്ലി കെരാറ്റിൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. എന്താണ് കെരാറ്റിൻ ട്രീറ്റ്മെന്റ്, എന്തിനാണ് ചെയ്യുന്നത്, അത് ചെയ്താൽ എന്താണ് പ്രശ്നം, അങ്ങനെയൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. കൂടാതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. മുടിയിലുണ്ടാകുന്ന പ്രോട്ടീനെയാണ് നമ്മൾ കെരാറ്റിൻ എന്ന് പറയുന്നത്. കെരാറ്റിൻ നമ്മുടെ മുടിയിലെ ഫ്രിസിനെസ് മാറാനും നല്ല ഗ്ലോയി ആയിട്ടിരിക്കാനും വളരെയധികം സഹായിക്കും. പൊല്യൂഷൻ, ഏജ്, അതുപോലെ തുടർച്ചയായിട്ട് ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് നമ്മുടെ മുടിയിലുള്ള കെരാറ്റിനെ നഷ്ടമാക്കും. നമ്മൾ മുടിയുടെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന മുടി ആണ് ഹെയർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഒരു മുടിയെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്: മെഡുല്ല, കോർട്ടെക്സ് ആൻഡ് ക്യൂട്ടിക്കിൾ. നമ്മുടെ മുടിക്ക് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ള കഴിവിനെ ആണ് ഹെയർ പോറോസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഹെയർ ക്യൂട്ടിക്കിൾസ് അടഞ്ഞിരിക്കുന്നതെങ്കിൽ ഹെയർ ലോ പോറോസിറ്റി ആയിരിക്കും. കുറച്ച് വൈഡ് ആയിട്ടുണ്ടെങ്കിൽ മീഡിയം പോറോസിറ്റി ആയിരിക്കും. അല്ല, ഒരുപാട് വൈഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഹൈ പോറോസിറ്റി ആയിരിക്കും. ഹൈ പോറോസിറ്റി ആയിട്ടുള്ള മുടികൾക്ക് പെട്ടെന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് നിലനിർത്താൻ പറ്റാതെ പെട്ടെന്ന് തന്നെ നഷ്ടമാവുകയും ചെയ്യും. അങ്ങനെയുള്ള മുടികൾ പെട്ടെന്ന് ഫ്രിസി ആവുകയും പെട്ടെന്ന് ഡാമേജ് ആയി പൊട്ടിപ്പോവുകയും ചെയ്യും. നമ്മുടെ മുടി എന്ത് പോറോസിറ്റി ആണ് എന്നറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഉണ്ട്. ഒരു മുടി എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് നോക്കുക. അത് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ലോ പോറോസിറ്റി ആയിരിക്കും, മിഡിൽ ഭാഗത്താണെങ്കിൽ നോർമൽ പോറോസിറ്റി ആയിരിക്കും. അല്ല, അത് താഴെ അടിത്തട്ടിൽ കിടക്കുകയാണെങ്കിൽ ഹൈ പോറോസിറ്റി ആയിരിക്കും. ഹൈ പോറോസിറ്റി ആയിട്ടുള്ള മുടികളെ പെട്ടെന്ന് ഡാമേജ് ആവാനും പൊട്ടിപ്പോവാനും ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള മുടിക്കാണ് നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. എന്താണ് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആക്ച്വലി കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യാറില്ല, കാരണം ഇതിനെക്കുറിച്ചുള്ള കുറേ ഡ്രോബാക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ. കാരണം കെരാറ്റിൻ ട്രീറ്റ്മെന്റിൽ മെയിൻ ചേർക്കുന്ന അവരൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഫോമൽ ഡിഹൈഡ് ആണ്. ഫോമൽ ഡിഹൈഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ക്യാൻസർ സെൽസ് വരാനും അല്ലെങ്കിൽ അതിനെ ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, കെമിക്കലാണ് ഈ ഫോമൽ ഡിഹൈഡ് എന്ന് പറയുന്നത്. കൂടാതെ ഇത് സ്കിൻ ഇറിറ്റേഷൻ, അതുപോലെ തന്നെ നോസിയ, വോമിറ്റിംഗ്, പിന്നെ ഇച്ചിങ്, സ്കിൻ ഇച്ചിങ്, പിന്നെ ഭയങ്കര ക്ഷീണം, അങ്ങനത്തെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് ഈ ഫോമൽ ഡിഹൈഡ് യൂസ് ചെയ്യുന്നതോട് കൂടി തന്നെ, അല്ലെങ്കിൽ ഇതുമായിട്ട് ഒരു കോണ്ടാക്ട് ഉള്ളവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ ബ്യൂട്ടി പാർലർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾ ഒരാൾ തന്നെ ഈ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യില്ല, അവർ മാറി മാറി ചെയ്യുള്ളൂ. കാരണം അത്രയും കോണ്ടാക്ട് കുറയ്ക്കാനായിട്ട് പാർലറിലുള്ള ആൾക്കാർ മാറി മാറി ചെയ്യുള്ളൂ കേട്ടോ. 2014 സൗത്ത് ആഫ്രിക്കയിൽ ഒരു സ്റ്റഡി നടന്നു. അതിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഫോമൽ ഡിഹൈഡ് യൂസ് ചെയ്യാനുള്ള സേഫ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.2% മാത്രം കേട്ടോ. പക്ഷെ 2014 സൗത്ത് ആഫ്രിക്കയിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റഡിയിൽ അവർ കണ്ടുപിടിച്ചിട്ടുള്ളത് 0.96% to 1.4% ഫോമൽ ഡിഹൈഡ് വരെ ഈ ഹെയർ ട്രീറ്റ്മെന്റിന് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സേഫ് ലെവലിനേക്കാളും 5 times എക്സ്ട്രാ ഫോമൽ ഡിഹൈഡ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്കായാലും നമ്മുടെ ബോഡിക്കായാലും ഹെൽത്തിനൊക്കെയാലും ഭയങ്കര ദൂഷ്യം തരുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തിനാണ് വെറുതെ കാശും കൊടുത്തിട്ട് നമ്മുടെ ഹെൽത്ത് കളയുന്നത്, അല്ലേ? ശരിയാണ്, നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പോലെ വലിയ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കില്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലേ? നമ്മുടെ സ്കിന്നിനോ നമ്മുടെ ഹെയറിനോ നമ്മുടെ ബോഡിക്കൊന്നും യാതൊരു പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് എപ്പോഴും നല്ല
നല്ലത്. നമുക്ക് കുറേ നാൾ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കണം, നല്ല ആരോഗ്യമുള്ള മുടി വേണം, നല്ല ആരോഗ്യമുള്ള സ്കിൻ വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. നിങ്ങളുടെ മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല കരുത്തുള്ളതായിട്ടും. മുടിയൊക്കെ നല്ല സെറ്റ് ചെയ്താണ്ടല്ലോ പക്ക അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് നാച്ചുറൽ ആയിട്ടുള്ള കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാന്നുള്ളത് കാണാം കേട്ടോ. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ അരിയും അതുപോലെ തന്നെ തേങ്ങ ചിരണ്ടിയതാണ്. അപ്പോൾ നമുക്ക് തേങ്ങ ചിരണ്ടിയിൽ നിന്ന് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി നമ്മൾ മിക്സിയിലിട്ടിട്ട് നമ്മൾ അത് അരിച്ച് എടുക്കണം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഏത് അരി വേണമെങ്കിലും യൂസ് ആക്കാം. അത് മട്ടരി ആയാലോ അല്ലെങ്കിൽ വെള്ളരി ആയാലോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയുടെ ഉള്ളിനും നീളത്തിനും അനുസരിച്ചിട്ട് വേണം നമ്മൾ ക്വാണ്ടിറ്റി സെലക്ട് ആക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി മിക്സിയിൽ അടിച്ച് കൊടുക്കണം. മിക്സിയിൽ അടിക്കുമ്പോൾ അത് ഭയങ്കര വെള്ളം പോലെ ആവരുത്, എന്നാൽ ഭയങ്കര കട്ടിയാവരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇതാ ഞാനിവിടെ രണ്ടും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളിത് രണ്ടും അരച്ചെടുക്കുന്നത്. അപ്പോൾ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരയ്ക്കുക, അല്ലെങ്കിൽ അരിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ മുടിയിൽ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പലരും പല രീതിയിൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാലിന് പകരം ചിലവർ ഫ്ലാക്സീഡ് ജെൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബനാന ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തൈര് ഉപയോഗിച്ചിട്ട് ചോറ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതിൻ്റെ എല്ലാം ഗുണങ്ങളും മുടിക്ക് നല്ല ഷൈനിങ് കൊടുക്കുക എന്നുള്ളതാട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ്. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പ് ആൻഡ് ഹെയറിലോട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുടി ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകിയ ശേഷമാണ് ഞാൻ ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ പൊടിയും പിന്നെ അതുപോലെ തന്നെ ഓയിലും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം ഓൾറെഡി നമ്മുടെ മുടിയിൽ നിറച്ച് ചെളിയും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ക്ലീൻ ആയ മുടിയിലോട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ മുടീനെ പല സെക്ഷനിലായിട്ട് തിരിച്ചിട്ട് വേണം നമ്മളൊരു പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയുടെ റൂട്ട് മുതൽ ഇങ്ങറ്റം വരെ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. റൈസിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. നമ്മളെ ചാനലിൽ തന്നെ ഒരുപാട് നമ്മൾ റൈസ് വാട്ടറിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ റൈസ് വെച്ചിട്ടുള്ള പാക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റൈസിൽ വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, പൊട്ടാസ്യം, മാഗ്നീഷ്യം, സെലീനിയം, ഫോസ്ഫറസ്, അമിനോ ആസിഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ അമിനോ ആസിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കരുത്തേക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റൈസ് വാട്ടറോ അല്ലെങ്കിൽ റൈസ് നമ്മളൊരു പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഗുണമുള്ള ഒന്നാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഹൈ ഇൻ ലോറിക് ആസിഡാണ്. ഈ ലോറിക് ആസിഡ് എന്ത് ചെയ്യും? നമ്മുടെ ക്യൂട്ടിക്കളിന് നല്ല സ്ട്രെങ്ത് ഏകാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കൂടാതെ ഇതിൽ ഹൈ ഇൻ പ്രോട്ടീൻ ആണ്. അതായത് മുടി നല്ല ഉള്ളോടുകൂടി ഇരിക്കാനും മുടിക്ക് നല്ല കട്ടിയേകാനും ഇത് ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഇതിൽ ഹൈ ഇൻ വൈറ്റമിൻ സി, ഇ, B1, B3, B5, B6 ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ ഈ തേങ്ങാപ്പാൽ നമ്മൾ കുടിക്കുന്നതും നല്ലതാട്ടോ. നമ്മുടെ മുടിക്ക് പോലെ തന്നെ ആരോഗ്യത്തിനും നല്ലൊന്നാണ് ഈ തേങ്ങാപ്പാൽ കുടിക്കുന്നതൊക്കെ. കൂടാതെ നമ്മുടെ ഡ്രൈ ഹെയറും സ്കാൽപ്പൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ഏജൻ്റാണ്, അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് നാച്ചുറലായിട്ട് നമുക്ക് മുടിക്ക് മോയ്സ്ചറൈസിങ് നൽകുന്ന ഒന്നാണ് ഈ ഒരു കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ മുടി ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഹെയർ കെയറിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഈ പറയുന്ന കോക്കനട്ട് മിൽക്ക്. ഒരു 20 മിനിറ്റ് നമ്മുടെ ഹെയറിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് കഴുകിക്കളയുമ്പോൾ ഷാമ്പൂ, കണ്ടീഷണറൊന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് ആഴ്ചയിൽ 1-2 തവണ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒന്നാട്ടോ. ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോയി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് ഹെയർ ഡ്രൈ ആയ ശേഷമുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മുടി നല്ല ഷൈനി ആയിട്ടുണ്ട്. നമുക്ക് ഈരുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ഷൈനി, നല്ല ബ്ലാക്ക് കളറിൽ നല്ല ഷൈനിനെസ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും മുടിക്ക് നല്ല ഗുണങ്ങൾ തരുന്ന ഒരു പാക്ക് തന്നെയാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എന്തായാലും താഴെ കമൻറ്റ് ബോക്സ് അറിയിച്ചോളൂ. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സി യു, ടേക്ക് കെയർ.